ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വ്ളോഗാണ്. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇന്ന് എറണാകുളം ഡിഫൻസ് ക്യാൻറ്റീനിലേക്ക് വന്നതാണ്. അപ്പോൾ ആർമി ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് അത് ഞാൻ കട്ടാക്കി. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ല് ചെയ്തിട്ട് നേരെ വന്നത് ബ്രോൺകോയിലാണ്. ബ്രാൻഡഡ് സാധനങ്ങൾ റേറ്റ് കുറച്ച് തരുന്നൊരു സർപ്ലസ് സ്റ്റോറാണ് ഈ ബ്രോൺകോ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു കടയിലെത്തിയത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത പോസ്റ്റിംഗ് കാശ്മീരിലേക്കാണ്ട് അച്ഛന് വേണ്ട ജാക്കറ്റ്, ബൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടായിരുന്നു നമ്മളിന്ന് ബ്രോൺകോയിൽ എത്തിയത്. ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വിത്ത് അഫോർഡബിൾ പ്രൈസ് ആൻഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി. ജാക്കറ്റ്, ബൂട്ട്, പൂമ, ഏഷ്യൻ അങ്ങനത്തെ ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതേപോലെ ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സാധനങ്ങളെല്ലാം ട്രോളിലാക്കി ഇട്ട് തന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. അങ്ങനെ പോകുന്ന കഴിക്കാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ ഇഫ്താർ കണ്ടത്. അവിടെ ഇറങ്ങി അച്ഛൻ ബീഫ് ബിരിയാണി, ഞാനും അമ്മയും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ലൈം ജ്യൂസ് കുടിക്കാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെ അത് ഞാനിങ്ങനെ അമ്മയെ കാണിക്കുകയാണ്, എനിക്കിനി ഒന്നും കുടിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എറണാകുളത്തുള്ള മേനക സ്ട്രീറ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ മേനക സ്ട്രീറ്റ്. ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഒരു സ്ട്രീറ്റും ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് ക്ലോത്ത് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഒരു പൊട്ടിയ പാലത്തിൽ കൂടെയുള്ള അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് അനുഭവിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. പാലമാണെങ്കിൽ ശരിക്കും അഡ്വഞ്ചറസ് ആണ്. പൊട്ടിയത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുകയും കുലുങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ താഴെ വീഴുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ അവർ തന്നെയാണ് നമുക്ക് ടിക്കറ്റ് തരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ബോട്ടിങ്ങിന് കയറി. വേറൊരു ഫാമിലിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് അവരപ്പുറത്തെ സൈഡിൽ ഇരിക്കുമായിരുന്നു. ഞാനിങ്ങനെ സൺഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു 2.5 മണിക്കൂറിൻ്റെ ലോങ് ആയിട്ടുള്ള ഒരു വാട്ടർ ട്രിപ്പ് ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ ഗൈസ് ബൈ. പിന്നെ ഒരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.